ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധമായ വലിയ നോമ്പിൻ്റെ 4ാമത്തെ ആഴ്ചയിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത്. ക്നാനാക്കാരിയായ സ്ത്രീ തൻ്റെ മകളുടെ ഭൂതോപദ്രവ രോഗത്തിൽ നിന്നും സൗഖ്യം പ്രാപിക്കുവാൻ തക്കവണ്ണം യേശു തമ്പുരാൻ്റെ അടുത്തേക്ക് കടന്നു വന്ന് അവളുടെ വിശ്വാസത്താൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്ന ദൈവികമായ വചനങ്ങളാണ് ഇന്നത്തെ തിരുവചന ധ്യാനത്തിൻ്റെ ആധാരമായ വാക്യങ്ങൾ. ഇന്നത്തെ അല്പസമയത്തെ തിരുവചന ധ്യാനത്തിനായി നാം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതായ വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. യേശു അവിടം വിട്ട് സോർ, സീദോൻ എന്നീ പ്രദേശങ്ങളിലേക്ക് പോയി. ആ ദേശത്തു നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്ന് അവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മകൾക്ക് ഭൂതോദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. അവന്റെ ശിഷ്യന്മാർ അടുക്കൽ വന്നു, അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. അതിന് അവൻ, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ അവൾ വന്ന് അവനെ താണു വണങ്ങിക്കൊണ്ട്, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. അവനോ, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് ശരിയല്ല എന്ന് ഉത്തരം പറഞ്ഞു. അതിന് അവൾ, അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്നും വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാകുന്നു, നിന്റെ ആഗ്രഹം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം ലഭിച്ചു. ഒരു നിമിഷം നമ്മളുടെ കണ്ണുകളെ നമുക്ക് ദൈവസന്നിധിയിൽ അടച്ചുകൊണ്ട് ഇന്നത്തെ തിരുവചന ധ്യാനത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ പരിശുദ്ധമായ നോമ്പിൻ്റെ 4ാമത്തെ ആഴ്ചയിലേക്ക് അടിയങ്ങൾ കടന്നു വന്നിരിക്കുന്നു. വിശ്വാസത്തോടുകൂടെ അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വന്ന കനാന്യ സ്ത്രീയുടെ മകൾക്ക് പൂർണ്ണമായ സൗഖ്യം ലഭിച്ചതുപോലെ ദൈവമേ, ഞങ്ങളുടെ ആന്തരികമായ രോഗങ്ങളെയും പ്രയാസങ്ങളെയും കഷ്ടതകളെയും എല്ലാം ഞങ്ങൾ തിരുമുൻപാകെ സമർപ്പിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, ഇന്നത്തെ തിരുവചന ശുശ്രൂഷയിലൂടെ അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളിലും ഞങ്ങളുടെ ഭവനങ്ങളിലും ഇടപെടുമാറാകണമേ. ഈ തിരുവചനം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലും ദൈവമേ, നിൻ്റെ സ്വർഗീയമായ കരം നിൻ്റെ മക്കളെ തലോടുമാറാകണമേ. നിൻ്റെ വചനത്തിലൂടെ രൂപാന്തരം പ്രാപിച്ചുകൊണ്ട് ദൈവാനുഗ്രഹം പ്രാപിക്കുവാനും ദൈവവചനപ്രകാരം ജീവിക്കുവാനും ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂഹായുടെയും നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു തമ്പുരാൻ സോർ, സീദോൻ പ്രദേശങ്ങളിലേക്ക് കടന്നു പോകുന്ന ഒരു സംഭവമാണ് ഈ വേദഭാഗം ആരംഭിക്കുന്നത്. തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ വലിയ ജനത്തിരക്കിൻ്റെ അനുഭവത്തിൽ പലപ്പോഴും യേശു തമ്പുരാൻ തിരക്കുകളിൽ നിന്ന് വേറിട്ട് ശാന്തമായി ദൈവസന്നിധിയിലിരിക്കുവാനും പ്രാർത്ഥിക്കുവാനുമായി മറ്റ് സ്ഥലങ്ങളിലേക്ക്
കടന്നു പോകുന്ന അനുഭവങ്ങൾ തിരുവചനത്തിലൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്. യേശു തമ്പുരാൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്ന സമയത്തും യേശു തമ്പുരാൻ 40 ദിവസം മരുഭൂമിയിൽ ഉപവസിക്കുവാനായിട്ട് കടന്നുപോയി. താബോർ മലയുടെ രൂപാന്തരീകരണത്തിൻ്റെ അനുഭവത്തിലും യേശു തമ്പുരാൻ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി മറുരൂപ മലയിലേക്ക് കടന്നുപോയി. തൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ രാത്രികളിൽ യേശു തമ്പുരാൻ ഗെത്സമനയിലേക്ക് പോയി ശാന്തമായിരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നോമ്പ് ദിവസങ്ങൾ സാധാരണമായ ജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും വേറിട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാനും ഏകാഗ്രതയോടുകൂടി ദൈവവചനം ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും നമ്മുടെ ജീവിതത്തെ തന്നെ ദൈവസന്നിധിയിൽ പുനഃക്രമീകരിക്കുവാനും വേണ്ടിയുള്ള ദിവസങ്ങളാണ് നോമ്പ് ദിവസങ്ങൾ. യേശു തമ്പുരാനെ അനുഗമിക്കുവാൻ, യേശു തമ്പുരാനോടൊപ്പം മരുഭൂമിയിലേക്ക് പ്രാർത്ഥനയ്ക്കായി, ധ്യാനത്തിനായി, ഉപവാസത്തിനായി, പരിശുദ്ധാത്മ നവീകരണത്തിനായി കടന്നു പോകേണ്ട ദിവസങ്ങളാണ് ഈ നോമ്പ് ദിവസങ്ങൾ. ഇവിടെ യേശു തമ്പുരാൻ സോർ സീദോനിലേക്ക് കടന്നു പോവുകയാണ്. താൻ അനുഭവിപ്പാനിരിക്കുന്ന കഷ്ടാനുഭവത്തിൻ്റെയും പീഡകളുടെയും അനുഭവം ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനും തൻ്റെ ശിഷ്യന്മാരെ അതിനായി ഒരുക്കുവാനും തക്കവണ്ണം യേശു തമ്പുരാൻ വേറിട്ട് കടന്നു പോകുന്ന ഒരനുഭവം ഈ വേദഭാഗത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യേശു തമ്പുരാൻ കടന്നു പോയത് സോർ സീദോൻ പ്രദേശങ്ങളിലേക്കാണ്. സോർ സീദോൻ പ്രദേശങ്ങൾ സാധാരണ ഒരു പ്രദേശമല്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. യോശുവ പ്രവചനം അതിൻ്റെ 11-ാം അധ്യായത്തിലും 19-ാമത്തെ അധ്യായത്തിലും വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. സോർ സീദോൻ വലിയ ഒരു മഹാനഗരമാണ്. സോർ പട്ടണത്തിൻ്റെ തലസ്ഥാന നഗരമാണ് സീദോൻ. ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് സോർ. സോറിൻ്റെ തലസ്ഥാനം സീദോൻ മഹാനഗരമാണ്. ഗ്രീക്ക് ഭാഷയിൽ സീദോൻ്റെ എന്ന വാക്കിൻ്റെ അർത്ഥം ദ ഫിഷറീസ്, മത്സ്യബന്ധനത്തിൻ്റെ പട്ടണം എന്നുള്ളതാണ്. സമ്പന്നമായ സീദോൻ പട്ടണം ഇന്ന് ലബാനോനിലെ സെയ്ദ എന്ന് പറയുന്ന സ്ഥലമാണ് നമുക്ക് ഈ സീദോൻ പട്ടണത്തെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇസ്രായേലിനും ബെയ്റൂട്ടിനും ഇടയിൽ 25 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ബോർഡറാണ് ഈ സെയ്ദ അല്ലെങ്കിൽ പഴയ കാലത്തെ സീദോൻ പട്ടണം. ഈ പട്ടണത്തിൻ്റെ പ്രത്യേകതകൾ നമ്മൾ പരിശോധിച്ചാൽ ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ സീദോൻ പട്ടണത്തെക്കുറിച്ച് വ്യക്തമായി പറയുന്നത് നോഹയുടെ പുത്രനായ ഹാമിൻ്റെ തലമുറകളാണ് സീദോൻ പട്ടണത്തിൽ വസിച്ചിരുന്നത്. ഹാമിൻ്റെ മകനായ കനാൻ, ആ കനാന്യ വംശജരാണ് സീദോൻ പട്ടണത്തിൽ വസിച്ചിരുന്നത്. മാത്രമല്ല, സീദോൻ പട്ടണത്തിലുള്ളവർ ദൈവത്തിന് ശപഥാർപ്പിതമായതുകൊണ്ട് അവരെ കൊന്നുകളയുവാനായിട്ടാണ് ആവർത്തന പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. കാരണം ദൈവത്തിൽ നിന്നും അകന്ന്, ദൈവികമായ ആരാധനയിൽ നിന്നും അകന്ന് ബാലിൻ്റെ പ്രവാചകന്മാരെയും അശ്വര പ്രതിഷ്ഠകളുടെയും മുമ്പിൽ മ്ലേച്ഛമായ പൂജാവിധികൾ കൊണ്ട് സ്വയം നശിച്ചു പോയ ഈ സീദോൻ സോർ നിവാസികൾ, അവർ മൂലം തൻ്റെ ജനം കൂടെ നശിച്ചു പോകാതിരിക്കുവാൻ അവരെ എല്ലാവരെയും കൊന്നുകളയണമെന്ന് യഹോവയായ ദൈവം കൽപ്പിക്കുന്നുണ്ട്. അപ്രകാരം കൊല്ലപ്പെട്ടതായ വംശജരാണ് കനാനി വംശജർ. അവരെ സംബന്ധിച്ചിടത്തോളം യഹൂദന്മാർക്ക് സോർ സീദോൻ നിവാസികൾ
ശത്രുക്കളാണ്. കാരണം അന്യദൈവങ്ങളെ ആരാധിക്കുന്നവർ, അന്യദൈവങ്ങൾക്ക് പൂജ വയ്ക്കുന്നവർ, മ്ലേച്ഛമായി ജീവിക്കുന്നവർ. അതുകൊണ്ട് ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം സോർ സീദോൻ നിവാസികൾ മ്ലേച്ഛമായി ജീവിക്കുന്നവരും അവരോട് സഹകരിക്കാതെ അവരുമായി ബന്ധമില്ലാതെ വേറിട്ട് ജീവിക്കുവാൻ തക്കവണ്ണം യഹൂദന്മാർ ആഗ്രഹിക്കുന്നു. കാരണം യഹൂദന്മാർക്ക് കനാന്യർ, സോർ സീദോൻ നിവാസികൾ ശത്രുക്കളാണ്. യഹോവയായ ദൈവം മശിഹായെ അയക്കുന്നത് തങ്ങളുടെ മക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ്, അവർക്ക് മാത്രമാണ് ദൈവത്തിൻ്റെ കരുതലുള്ളത് എന്ന് യഹൂദന്മാർ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം നിനുവ പട്ടണത്തിൻ്റെ അനുതാപം മൂലം, പശ്ചാത്താപം മൂലം യഹോവയായ ദൈവം അവർക്ക് വരുത്താനിരുന്ന അനർത്ഥത്തിൽ നിന്ന് മാറി അവരെ രക്ഷിച്ചപ്പോൾ യോനാ പ്രവാചകന് അത് അനിഷ്ടമായി തോന്നിയത് ഈ ഒരു ചിന്ത, യഹൂദന്മാരുടെ ശത്രുക്കളാണ്, അന്യജാതിക്കാരാണ്, അവർക്ക് ദൈവത്തിൻ്റെ കാരുണ്യം അവകാശമുള്ളതല്ല എന്ന് ചിന്തിക്കുന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷേ യോനാ പ്രവാചകൻ ദൈവം അവരെ വീണ്ടെടുത്തപ്പോൾ ആ പ്രവാചകന് അത് അനിഷ്ടമായി തോന്നിയത്. ഈ വേദഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇവിടെ കനാന്യ സ്ത്രീ യേശുവേ, മഹോന്നതനായ ദാവീദിൻ്റെ പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വന്നപ്പോൾ ആ യേശു തമ്പുരാൻ്റെ ചുറ്റും കൂടി നിന്നിരുന്ന ശിഷ്യന്മാർ യേശുവിനോട് പറയുകയാണ്, ഇവളെ പറഞ്ഞയക്കണമേ. ഒരുപക്ഷെ അവിടെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ഈ ശിഷ്യന്മാർ അവളെ പറഞ്ഞു വിടാൻ ആഗ്രഹിക്കുന്നത് അവളോടുള്ള കാരുണ്യം മൂലമല്ല, പിന്നെയോ ഈ പുറജാതി സ്ത്രീയുടെ ശല്യം ഒഴിവാക്കുവാൻ വേണ്ടിയാണ് അവർ യേശുവിനോട് പറയുന്നത്, ഇവളെ പറഞ്ഞയക്കണമേ എന്ന്. എന്നിട്ടും അവൾ പിരിഞ്ഞു പോകുന്നില്ല. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ യേശു തമ്പുരാൻ യെരിഹോവിൽ കൂടി കടന്നു പോകുമ്പോൾ അവിടെ ബർത്തിമായി എന്ന കുരുടനും ഉറക്കം നിലവിളിക്കുന്നുണ്ട്, യേശുവേ, മഹോന്നതനായ ദാവീദിൻ്റെ പുത്ര, എന്നോട് കരുണ തോന്നണമേ. അവിടെ യേശുവിന് ചുറ്റും കൂടി നിന്നവർ അവനോട് പറയുന്നു, നീ മിണ്ടാതെ ഇരിക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ നിലവിളിക്കുന്ന ആ കുരുടനായ മനുഷ്യനെ നോക്കിയിട്ട് പറയുകയാണ്, നീ മിണ്ടാതിരിക്കുക. പലപ്പോഴും യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വരുന്നവർക്ക് യേശുവിനെ കാണാതിരിക്കത്തക്കവണ്ണം ചുറ്റും മതിൽ തീർത്ത് നിൽക്കുന്ന, വേലിക്കെട്ടുകൾ തീർക്കുന്ന ഒരു സമൂഹത്തെയാണ് ഇന്ന് പല ആത്മീകമായ അനുഭവങ്ങളിലും കാണുവാനായിട്ട് സാധിക്കുന്നത്. ക്രിസ്തുവിനെ മറഞ്ഞു നിൽക്കുന്നവർ, തങ്ങൾ എന്തൊക്കെയോ ആണ് എന്നുള്ള ഭാവത്തിൽ കുറേ ഭക്തിയുണ്ടെന്ന് നടിക്കുന്ന ഭക്തന്മാരുടെ ഒരു കൂട്ടം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കപടഭക്തിയുടെ അനുഭവത്തിൽ അങ്ങനെയുള്ളവർ മറ്റുള്ളവർക്ക് ദൈവസന്നിധിയിലേക്കുള്ള കരുതൽ, പ്രവേശനം ഇവർ മൂലം തടസ്സപ്പെടുത്തുന്നു. വേലിക്കെട്ടുകളായി പലരും നിലനിൽക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളുടെ ജീവിതത്തിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? നമ്മളുടെ പ്രവൃത്തികളിലൂടെ, നമ്മളുടെ സ്നേഹപ്രകടനങ്ങളിലൂടെ, നമ്മളുടേതായ ഇടപെടലുകളിലൂടെ യേശുവിനെ മറ്റുള്ളവർക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടോ? അതോ ഞാൻ യേശുവിൻ്റെ സ്നേഹത്തിനും യേശുവിൻ്റെ സാമീപ്യത്തിനും ചുറ്റും ഒരു മതിൽ തീർത്തുകൊണ്ട് വേലിക്കെട്ടായിട്ട് ഞാൻ എന്തോ ആണ് എന്നുള്ള ഭാവത്തിൽ കപടഭക്തിയോടുകൂടിയാണോ ഞാനും നിങ്ങളും ഇന്ന് യേശുവിന് ചുറ്റും ആയിരിക്കുന്നത്? അത് സമൂഹത്തിന് യേശുവിനെ മറയ്ക്കുന്നവരായിട്ടാണോ എന്ന് സ്വയം ആത്മപരിശോധന നടത്തുവാൻ കൂടിയുള്ള ഒരു വേദചിന്തയാണ് ഈ വേദഭാഗത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, ഈ കനാന്യ സ്ത്രീയുടെ ജീവിത അനുഭവം നാം നോക്കിയാൽ ഒന്നാമതായിട്ട് അവളുടെ ജീവിതത്തിൽ കാണുന്ന ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അചഞ്ചലമായ വിശ്വാസമാണ്. അടിപതറിപ്പോകാത്ത വിശ്വാസം. കർത്തൃസന്നിധിയിൽ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നിട്ടും,
എന്തെല്ലാം പരിമിതികൾ വന്നിട്ടും ആ പരിമിതികളെ അവഗണിച്ചുകൊണ്ട് യേശുവിൻ്റെ അടുക്കലേക്ക്, യേശുവേ മഹോന്നതനായ ദാവീദിൻ്റെ പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് യേശുവിൻ്റെ അടുക്കലേക്ക് ഓടി വരുന്ന കനാന്യ സ്ത്രീയെ കാണുവാനായിട്ട് സാധിക്കും. പല പരിമിതികൾ അവൾക്കുണ്ടായിരുന്നു. കാരണം അവൾ സോർ സീദോൻ നിവാസിയായിരുന്ന ഒരു സ്ത്രീയാണ്. മാത്രമല്ല, ദൈവം ഞങ്ങൾക്ക് ഉള്ളതല്ല, യഹൂദന്മാർക്കുള്ളത് മാത്രമാണ് എന്ന് യഹൂദന്മാർ ചിന്തിച്ചുകൊണ്ട് ഞങ്ങളെയൊക്കെ അവഗണിക്കുന്ന, പുറം പോക്കാക്കി മാറ്റുന്ന, പാർശ്വവൽക്കരിക്കുന്ന ദൈവാനുഗ്രഹം ഞങ്ങൾക്ക് ലഭിക്കാൻ പാടില്ല, അത് യഹൂദന്മാർക്ക് മാത്രമാണ് എന്നുള്ള ചിന്തയോടുകൂടി ഞങ്ങളോട് സഹകരിക്കാതെ, ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് വരാതെ, ഞങ്ങളിൽ നിന്നൊരു തുള്ളി വെള്ളം ഒഴിച്ചു കുടിക്കാതെ തൊടലും തീണ്ടലുമായിട്ട് ഞങ്ങളെ അകറ്റി നിർത്തിയിരിക്കുന്ന ഒരു സമൂഹമാണ് ഈ സോർ സീദോൻ നിവാസികൾ, അല്ലെങ്കിൽ കനാൻ നിവാസികൾ. അതുകൊണ്ട് കനാൻ നിവാസിയായി ഞാൻ അവിടേക്ക് യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുമ്പോൾ മറ്റുള്ളവരെന്നെ ആട്ടിപ്പുറത്താക്കും. മാത്രമല്ല, പിശാച് വാദിച്ച ഒരു മകളുമായിട്ടാണ് ഞാൻ അവിടേക്ക് കടന്നു ചെല്ലുന്നത്. അങ്ങനെയുള്ള പല പരിമിതികളും, ജീവിതത്തിൻ്റെ കുറവുകളും വീഴ്ചകളും ഭാരങ്ങളും ചുറ്റും കൂടി നിൽക്കുന്ന ആളുകളിൽ നിന്നുള്ള പരിഹാസവും നിന്നയുമൊക്കെ ഉണ്ടായിട്ടും അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് എൻ്റെ കർത്താവ് എന്നെ രക്ഷിക്കുവാനായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത്, അവൻ എൻ്റെ ദൈവമാണ് എന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് യേശുവിൻ്റെ അടുക്കലേക്ക് അവൾ ഓടി വരികയാണ്. വേലിക്കെട്ടുകൾ തകർത്തുകൊണ്ട്, മറ്റ് തിന്മപ്പെട്ട അനുഭവങ്ങളിൽ നിന്നും, ബന്ധനങ്ങളിൽ നിന്നും, ആ പൈശാചികമായ പാരമ്പര്യങ്ങളിൽ നിന്നും, ബാലിൻ്റെയും അശേര പ്രതിഷ്ഠകളുടെയും ഒക്കെ ആരാധനയുടെ അനുഭവത്തിൽ തള്ളിക്കളഞ്ഞിരുന്ന അനുഭവത്തിൽ നിന്നും ദൈവസന്നിധിയിലേക്ക് സ്വാതന്ത്ര്യം പ്രാപിച്ച് ഓടി വരുന്നതായ ഈ പ്രിയപ്പെട്ട കനാന്യ സ്ത്രീയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ഷീ നോസ് ജീസസ് ഈസ് ദ മെസ്സായ, ദൈവം അയച്ചതായ മശിഹായാണ്, ഞങ്ങളുടെ രക്ഷകനാണ് യേശു തമ്പുരാൻ എന്ന് തിരിച്ചറിഞ്ഞതായ ഈ കനാന്യ സ്ത്രീയെ കാണുവാനായിട്ട് സാധിക്കും. ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, വേദനിക്കുന്നവർ നിലവിളിക്കുമ്പോൾ കരുണ തോന്നുന്നവനാണ് എൻ്റെ കർത്താവ്. ആ മശിഹായെക്കുറിച്ച്, ആ ദൈവത്തെക്കുറിച്ച് ഞങ്ങൾ പഠിച്ചിരിക്കുന്നത്, കഴുകൻ തൻ്റെ കൂടനക്കി താഴെ വീഴുന്ന കുഞ്ഞുങ്ങളെ പറന്നു ചെന്ന് ചിറകിന്മേൽ വഹിച്ചുകൊണ്ട് അതിനെ കരുതുന്നവനായ, അതിനെ പറക്കാൻ ശീലിപ്പിക്കുന്നവനായ ഒരു ദൈവമാണ് എൻ്റെ ദൈവം. ആ ദൈവത്തെ രുചിച്ചറിഞ്ഞവനാണ് ഞാൻ, ആ ദൈവത്തെ രുചിച്ചറിഞ്ഞവളാണ് ഞാൻ എന്നുള്ള പൂർണ്ണമായ ബോധ്യത്തിൽ യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വന്നവളാണ് ഈ കനാന്യ സ്ത്രീ. അവൾക്കൊരു പാരമ്പര്യമുണ്ട്. അവൾ അങ്ങനെ കടന്നു വരുവാനുള്ള ഒരു പാരമ്പര്യം, ഒരു വിശ്വാസം അവൾക്കുണ്ട്. കാരണം യോശുവ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ അവിടെ കാണുവാനായിട്ട് സാധിക്കും, യെരിഹോ ഒറ്റുനോക്കുവാൻ തക്കവണ്ണം യോശുവ പ്രവാചകൻ 2 ചാരന്മാരെ അവിടേക്ക് അയക്കുന്നുണ്ട്. അവിടേക്ക് അയക്കുമ്പോൾ അവർക്ക് 2 പേർക്കും അഭയം കൊടുക്കുന്നത് ഈ യെരിഹോ മതിലിനോട് ചേർന്ന് ജീവിക്കുന്ന കനാന്യ സ്ത്രീയായ രാഹാബ് എന്ന വേശ്യയുടെ വീട്ടിലാണ് അവർ 2 പേരും ഒളിച്ചു പാർത്തത്. അവർ 2 പേരും അവിടെ താമസിക്കുവാൻ തക്കവണ്ണം ഈ രാഹാബ് എന്ന് പറയുന്ന സ്ത്രീ അവർക്ക് ഒളിത്താവളം ഒരുക്കി അവരെ അവിടെ സംരക്ഷിച്ചു. മറ്റുള്ളവരിൽ നിന്നും, അവരെ കൊല്ലുവാനായിട്ട് വന്നവരിൽ നിന്നും അവരെ രക്ഷിച്ചത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ രക്ഷപ്പെട്ടതായ അനുഭവത്തിൽ ഞങ്ങളുടെ ദേശം മുഴുവനും നശിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയെ മനസ്സിലാക്കിക്കൊണ്ട് അവരെ സംരക്ഷിക്കുകയും അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഈ ദേശം പിടിച്ചടക്കാനായിട്ട് വരുമ്പോൾ എന്നെയും എൻ്റെ കുടുംബക്കാരെയും നിങ്ങൾ രക്ഷിക്കണം. അവർ 2 പേരും ഈ രാഹാബ് എന്ന സ്ത്രീയോട് പറയുകയാണ്, ഈ കനാൻ ദേശം ഞങ്ങൾ പിടിച്ചടക്കാനായിട്ട് വരുമ്പോൾ നിൻ്റെ ഭവനത്തിൻ്റെ മുകളിൽ ഒരു ചുവന്ന നൂൽ കെട്ടിയിരിക്കണം. ആ ചുവന്ന നൂൽ ഞങ്ങൾ കാണുമ്പോൾ നിങ്ങളെ ഞങ്ങൾ ഉപദ്രവിക്കുകയില്ല. ആ ദിവസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ പിതൃഭവനത്തെയും സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും എല്ലാം നിങ്ങളുടെ വീട്ടിലേക്ക് വരുത്തണം. ഞങ്ങൾ യുദ്ധത്തിനായി കടന്നു വരുമ്പോൾ നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കും. അങ്ങനെ ദൈവികമായ പദ്ധതി പ്രകാരം രക്ഷപ്പെട്ട ഒരു പാരമ്പര്യമാണ് ഈ കനാൻ കുടുംബത്തിലുള്ളത്. ആ കനാൻ നാട്ടിൽ വസിക്കുന്നവരാണ് ഈ കാനാന്യ സ്ത്രീയും ആ കുടുംബവും, അതിൻ്റെ പ്രതിനിധികളാണ്. അതുകൊണ്ടാണ് അവർ വ്യക്തമായിട്ട് പറയുന്നു, കർത്താവേ,
നായ്ക്കുട്ടികളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ കൊണ്ട് ജീവിക്കുന്നില്ലേ? ഞങ്ങളങ്ങനെ ജീവിച്ചവരാണ്. നിന്റെ വാഗ്ദത്ത മക്കളായ ഇസ്രായേൽ മക്കൾക്ക് നീ ഒരുക്കിയിരുന്ന കനാൻ നാട് വെട്ടിപ്പിടിക്കുവാനായിട്ട് കടന്നു വന്നപ്പോൾ, അവർക്ക് അവകാശമായി കൊടുത്തപ്പോൾ അതിൻ്റെ ഒരല്പം നീ ഞങ്ങൾക്കും തന്നില്ലേ? അവർക്ക് അവകാശപ്പെട്ട ഭൂമി, അവരോടൊപ്പം ജീവിക്കുവാൻ, ആ കനാൻ നാട്ടിൽ ജീവിക്കുവാൻ ഞങ്ങളുടെ പൂർവ്വമാതാവായ ആ രാഹാബിനും കുടുംബത്തിനും നീ തന്നില്ലേ? അതുപോലെ നിൻ്റെ മക്കൾക്ക് കൊടുക്കുവാനിരിക്കുന്ന അനുഗ്രഹത്തിൽ നിന്നും ഒരല്പം ഞങ്ങൾക്കും അവകാശപ്പെട്ടതാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടി യേശുവിൻ്റെ അടുക്കൽ നിലവിളിക്കുന്ന ഈ കനാന്യ സ്ത്രീയെ കാണുവാനായിട്ട് സാധിക്കും. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്നവനായ എൻ്റെ കർത്താവിൻ്റെ അടുക്കലേക്ക് അവൾ കടന്നു വരുന്നു. പ്രിയമുള്ളവരെ, പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും കഷ്ടതകളുടെയും അനുഭവത്തിൽ പരിശുദ്ധനായ പൗലോസ്ലീഹ എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങളിൽ പറയുന്നു, വിശ്വാസത്തിന് നായകനും പൂർത്തി വരുന്നവനുമായി യേശുവിനെ നോക്കുക. സാഹചര്യങ്ങളിലേക്ക് നോക്കുവാനല്ല. കഷ്ടതകളും പ്രയാസങ്ങളുമൊക്കെ കടന്നു വരുമ്പോൾ എന്നെ രക്ഷിക്കുവാൻ വേണ്ടി സ്വർഗം ചായ്ച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് എന്നെപ്പോലെ ഒരു മനുഷ്യനായി ഈ ലോകത്ത് ജീവിച്ച് എന്നെ ദൈവത്തിൻ്റെ മകനായി വീണ്ടെടുക്കുവാൻ തക്കവണ്ണം കാൽവരി ക്രൂശിൽ യാഗമായി എന്നെ വീണ്ടെടുത്ത എൻ്റെ കർത്താവിലേക്ക് നോക്കുവാൻ തക്കവണ്ണം, പൂർണ്ണമായ വിശ്വാസത്തിലേക്ക് നോക്കുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും സാധിക്കുമ്പോഴാണ് ഈ കനാന്യ സ്ത്രീയെ പോലെ ദൈവാനുഗ്രഹം പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. രണ്ടാമതായിട്ട് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്നവനാണ് കർത്താവ്. യേശുതമ്പുരാൻ നമ്മോട് പറയുകയാണ്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ലാസറിൻ്റെ കല്ലറയുടെ അടുക്കലേക്ക് ചെന്ന് നിന്നുകൊണ്ട് മാർത്തയോടും മറിയയോടും പറയുകയാണ്, നീ വിശ്വസിക്കുന്നു എങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം കാണുവാനായിട്ട് സാധിക്കും. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്നവനായ ഒരു മശീഹ തമ്പുരാൻ. പ്രിയമുള്ളവരെ, ഈ വേദഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് സുപരിചിതമായ ഒരു വേദവാക്യം നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ തരികയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് ലാസറിൻ്റെ കല്ലറയിലെ അത്ഭുതം കാണുവാനായിട്ട് സാധിക്കും. വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പാപിനിയായ സ്ത്രീ ഓടി വരുന്നതായ ഒരു ചിത്രം നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരും. ഇതാ കുറേ ആളുകൾ അവളെ കല്ലെറിയുവാൻ തക്കവണ്ണം യേശുവിൻ്റെ അടുക്കലേക്ക് ഈ പാപിനിയായ സ്ത്രീയെ ഓടിച്ചു കൊണ്ടുവരികയാണ്. അവരുടെ കയ്യിലെല്ലാം അവർ കല്ല് കരുതിയിട്ടുണ്ട്. അവർ യേശുവിൻ്റെ അടുക്കലേക്ക് അവളെ ഓടിച്ചു കൊണ്ടുവന്നത് അവളെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ വേണ്ടിയാണ്. അവർ യേശുവിനോട് ചോദിക്കുന്നുണ്ട്, ഗുരുവേ, നീ പറയുകയാണെങ്കിൽ, നീ കൽപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇവളെ കല്ലെറിഞ്ഞു കൊല്ലാം. യേശു തമ്പുരാൻ പറഞ്ഞു, ഇവരിൽ പാപമില്ലാത്തവർ ഇവളെ കല്ലെറിയട്ടെ. എന്നാൽ അവിടെ ആരും കല്ലെറിയുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മെ സ്നേഹിക്കുന്നവരും നമ്മെ വെറുക്കുന്നവരും അവസരം കിട്ടുമ്പോൾ നമ്മളെ എറിയുവാൻ തക്കവണ്ണം എല്ലായ്പ്പോഴും ഒരു കല്ല് കരുതിയിട്ടുണ്ട് എന്നുള്ള ഒരു ബോധ്യം നമുക്ക് വേണം. ഞാൻ എത്രമാത്രം പാപിയാണെങ്കിലും എത്രമാത്രം കുറവുള്ളവനാണെങ്കിലും ഞാൻ എൻ്റെ കർത്താവിൻ്റെ അടുക്കലേക്ക് ഓടിയെത്തുമ്പോൾ യേശു എൻ്റെ മുമ്പിലുണ്ട് എങ്കിൽ ആർക്കും എന്നെ എറിയുവാനായിട്ട് സാധ്യമല്ല. കാരണം കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്നവനായ ഒരു രക്ഷിതാവ്, ഒരു കർത്താവാണ് എനിക്കുള്ളത്. യേശു അവളോട് പറയുകയാണ്, മകളെ, ഞാനും നിന്നെ വിധിക്കുന്നില്ല. ദൈവസന്നിധിയിലേക്ക് പ്രിയമുള്ളവരെ ഓടിയെത്തുമ്പോൾ നമ്മളുടെ വേദനകളിലും നമ്മളുടെ ഭാരങ്ങളിലും നമ്മളുടെ പ്രയാസങ്ങളിലുമൊക്കെ കർത്താവിൻ്റെ മുൻപാകെ ഇരുന്നു കൊണ്ട് കണ്ണുനീരൊഴുക്കി നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്നവനായ കർത്താവ് എൻ്റെ വേദനകളെ കാണും. എൻ്റെ പ്രശ്നങ്ങൾക്കും എൻ്റെ പ്രയാസങ്ങൾക്കും എൻ്റെ കഷ്ടതകൾക്കും വിടുതൽ നൽകുന്ന ഒരു മശിഹായാണ് എൻ്റെ ദൈവമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിൻ്റെ അടുക്കലേക്ക് ഓടിയെത്തുവാനായിട്ട് എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. പ്രിയമുള്ളവരെ, അവൻ എനിക്ക് വേണ്ടി കഷ്ടത സഹിച്ചവനാണ്. അവൻ എന്നോട് പറയുകയാണ്, ഞാൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ നൽകുന്നവനായ മശിഹായാണ്. ഇതാ യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വന്ന കനാന്യക്കാരിയായ സ്ത്രീയോട് പറയുകയാണ്, മക്കൾക്ക് കൊടുക്കുവാനുള്ള അപ്പം നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് വിഹിതമല്ലല്ലോ. അവൾ പറയുകയാണ്, കർത്താവേ, യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പകഷ്ണങ്ങൾ കൊണ്ട് നായ്ക്കുട്ടികൾ ജീവിക്കുന്നില്ലേ? നിൻ്റെ മക്കൾക്ക് നൽകുന്നതിൻ്റെ ഒരു അംശം ഞങ്ങൾക്കും അവകാശമില്ലേ? നീ ഞങ്ങളുടെ ദൈവമാണ്. ദാവീദിൻ്റെ പുത്രനായ മശീഹ തമ്പുരാനെ,
ഞങ്ങളോട് കരുണ തോന്നുന്ന നോമ്പിൻ്റെ ദിവസങ്ങളിലെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്, കർത്താവേ എന്നോട് കരുണ തോന്നണമേ. ഭർത്തിമായി നിലവിളിച്ചതുപോലെ, കനാന്യ സ്ത്രീ നിലവിളിച്ചതുപോലെ ദൈവസന്നിധിയിൽ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്നവനായ എൻ്റെ കർത്താവ് നമ്മുടെ സകല വേദനകളിൽ നിന്നും നമ്മെ വിടിവിക്കുന്നവനാണ്. പാപത്തെ വെറുക്കുകയും പാപിയുടെ മാനസാന്തരത്തിൽ സന്തോഷിക്കുകയും ചെയ്യുന്നവനായ എൻ്റെ കർത്താവ് എന്നോടൊരു വാക്കുപോലും ചോദിച്ചില്ല. നീ പാപിനിയായ സ്ത്രീയായതുകൊണ്ട് നീ എന്ത് പാപമാണ് ചെയ്തത്? അവളോട് ഒരു വാക്കുപോലും ചോദിക്കാതെ അവളുടെ അനുതാപം കണ്ട് യേശു തമ്പുരാൻ അവൾക്ക് പാപമോചനം കൊടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആയതുകൊണ്ട് വിശ്വാസത്തോടുകൂടി, അചഞ്ചലമായ വിശ്വാസത്തോടുകൂടി ദൈവസന്നിധിയിലേക്ക് നമുക്കടുത്തു വരാം. നസ്രായനായ യേശുവിനെ നമുക്ക് നോക്കാം. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുന്നവനുമായ നസ്രായനായ യേശുവിനെ നോക്കിക്കൊണ്ട് അവൻ്റെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ അവൻ നമ്മെ അനുഗ്രഹിക്കും. മൂന്നാമതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്, എൻ്റെ മനസാന്തരം മൂലം എൻ്റെ കുടുംബം മുഴുവനും അനുഗ്രഹത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നു. സക്കായി യേശുവിൻ്റെ അടുക്കിലേക്ക് വന്ന് മാനസാന്തരത്തിൻ്റെ ഫലമുണ്ടായപ്പോൾ അവരോട് പറയുകയാണ്, നീയും അബ്രഹാമിൻ്റെ പുത്രനാകൊണ്ട് ഇന്ന് ഈ ഭവനം അനുഗ്രഹിക്കപ്പെടുന്നു, രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നു. എൻ്റെ മാനസാന്തരം മൂലം എൻ്റെ കുടുംബം മുഴുവനും എൻ്റെ ഭവനം മുഴുവനും അനുഗ്രഹിക്കപ്പെടുന്ന അനുഭവം. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം 33 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, പൗലോസും ശീലാസും ബന്ധനത്തിൽ നിന്നും തടവറയിൽ നിന്നും യഹോവയായി ദൈവം അവരെ മോചിപ്പിച്ചപ്പോൾ കാരാഗൃഹ പ്രമാണി ചോദിക്കുകയാണ്, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു വേണം? പൗലോസും ശീലാസും കാരാഗൃഹ പ്രമാണിയോട് പറയുകയാണ്, നസ്രായനായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇവിടെ വിശ്വാസത്തിൻ്റെ പൂർത്തീകരണത്തിലോടുകൂടി, പൂർണ്ണമായ സമർപ്പണത്തോടുകൂടി കനാന്യ സ്ത്രീ കടന്നു വന്നപ്പോൾ യേശു തമ്പുരാൻ പറയുകയാണ്, സ്ത്രീയെ നിൻ്റെ വിശ്വാസം വലുത്, നിൻ്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ മകൾക്ക് പൂർണ്ണമായ സൗഖ്യം ലഭിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ മുഖാന്തിരം എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നു. പ്രിയമുള്ളവരെ, നമ്മളുടെ കുടുംബത്തിൻ്റെ ശാപം, നമ്മളുടെ കുടുംബത്തിൻ്റെ ദോഷം, നമ്മുടെ കുടുംബത്തിലായിരിക്കുന്ന എല്ലാ തിന്മകളും ഞാൻ മൂലമാണോ എന്ന് സ്വയം ഒന്ന് ആത്മപരിശോധന നടത്തുവാൻ കൂടിയുള്ള ദിവസമാണ്. കർത്താവെ, ഞാൻ മൂലം എൻ്റെ കുടുംബത്തിന് യാതൊരു ദോഷവും ഭവിക്കാതെ ദൈവസന്നിധിയിൽ മാനസാന്തരപ്പെടുവാൻ തക്കവണ്ണം അവിടെ മശിഹാ തമ്പുരാൻ ലാസറിൻ്റെ കല്ലറയിൽ നിന്നുകൊണ്ട് ആ കല്ല് എടുത്ത് മാറ്റുവീൻ, ആ കല്ല് നീക്കുവീൻ എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന കല്ലിനെ എടുത്തു മാറ്റുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും സാധിക്കണം. എൻ്റെ പാപമാണ്, ഈ ലോകത്തിൻ്റെ സ്വാധീനങ്ങളാണ്, തിന്മയുടെ അനുഭവങ്ങളാണ് എനിക്ക് ഈ ദോഷങ്ങൾ വരുത്തി വയ്ക്കുന്നതെങ്കിൽ ആ കല്ലുകളെ എടുത്തു മാറ്റി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്ന്, അപ്പാ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു, നിൻ്റെ മകനെന്ന പേരിന് പോലും എനിക്ക് യോഗ്യനല്ല എന്ന അനുതാപത്തോടുകൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും ദൈവികമായ അനുഗ്രഹം പ്രാപിക്കുവാനും നമുക്ക് സാധിക്കണം. നമ്മളുടെ കുടുംബം നമ്മളുടെ മനസാന്തരം മൂലം, നമ്മളുടെ അനുതാപം മൂലം രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരട്ടെ. ഇന്ന് യഹോവയായി ദൈവം നിൻ്റെ കുടുംബത്തിൽ ഇടപെടാൻ പോവുകയാണ്. ഇന്ന് ഈ തിരുവചനം കേൾക്കുന്ന വിശ്വാസികളുടെ സമൂഹമേ, ഓരോ മക്കളുമേ, ദൈവത്തിൻ്റെ അനുതാപത്തോടുകൂടി നീ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു എങ്കിൽ യഹോവയായി ദൈവം ഇന്ന് നിൻ്റെ കുടുംബത്തിൽ ഇടപെടുകയാണ്. ദൈവത്തിൻ്റെ കരം നിൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരുന്നു. അവൻ ആവശ്യപ്പെടുന്നത്, ഇന്ന് ഈ തിരുവചനം കേൾക്കുന്ന മക്കൾ അവൻ്റെ പാപത്തിൽ നിന്നും അവൻ്റെ ലോകപരമായ എല്ലാവിധമായ ഇച്ഛകളിൽ നിന്നും അവൻ മാറി ദൈവസന്നിധിയിൽ വേറിട്ടിരുന്നു കൊണ്ട് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ, അനുതാപത്തോടുകൂടി അവൻ്റെ പാപത്തെ ഏറ്റുപറയുകയാണെങ്കിൽ, നീ മാനസാന്തരത്തിൻ്റെ മകനായി കടന്നു വരികയാണെങ്കിൽ യഹോവയായി ദൈവം ഇന്ന് നിൻ്റെ ഭവനത്തിൽ ഇടപെടുന്നു. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. കർത്താവേ, എൻ്റെ കുറവ് മൂലം എൻ്റെ ഭവനത്തിന് ദോഷമുണ്ടാകരുതേ, ഞാൻ മൂലമാണോ എന്ന് യോനാ പ്രവാചകൻ പറഞ്ഞതുപോലെ, ഞാൻ മൂലമാണ് ഈ കപ്പലിന് അനർത്ഥമുണ്ടാകുന്നത് എങ്കിൽ എന്നെ എടുത്ത് കടലിലേക്ക് എറിയണമേ എന്ന് പ്രാർത്ഥിച്ചതുപോലെ, ദൈവമേ, എൻ്റെ പൈശാചികമായ സ്വഭാവങ്ങളും എൻ്റെ തിന്മകളും എൻ്റെ പാപങ്ങളും എന്നിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് യഥാർത്ഥമായ അനുതാപത്തോടും കണ്ണുനീരോടും കൂടെ എൻ്റെ ഹൃദയത്തെ കഴുകി നിൻ്റെ സന്നിധിയിലേക്ക് ഞാനിതാ സമർപ്പിക്കുന്നു. നിൻ്റെ സ്വർഗീയമായ അനുഗ്രഹങ്ങൾ എൻ്റെ മേലും ഈ കുടുംബത്തിൻ്റെ മേലും വർഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായിട്ട് ഈ നോമ്പിൻ്റെ ദിവസങ്ങൾ വേറിട്ട് ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് അനുതാപത്തിൻ്റെ ദിവസങ്ങളാക്കി, പ്രാർത്ഥനയുടെ ദിവസങ്ങളാക്കി, ഹൃദയത്തെ
പരിശുദ്ധാത്മാവിൻ്റെ ചൂട് പിടിപ്പിക്കുന്ന അനുഗ്രഹീതമായ ദിവസങ്ങളായി തീരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.